ഗുഡ് മോർണിംഗ്. Good കേൾക്കാമോ? morning. Yeah. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ജസ്റ്റ് സേ ഇന്ന് നമുക്ക് ഒരു ടോപ്പിക് ഉണ്ട് ജി ഐയുടെ ബാക്കി. ഇപ്പൊ ജി ഐയുടെ ബാക്കിയായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലെഡ് പോയ്സണിങ്. കേൾക്കാമല്ലോ അല്ലേ ഞാൻ പറയുന്നത്? സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ. അപ്പോൾ ലെഡ് പോയ്സണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് എപ്പോഴും ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അത് ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എക്സസീവായിട്ട് ടോക്സിക് ആയിട്ട് ലെഡ് ബിൽഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കൂടുതലായിട്ടും ലെഡ് പോയ്സണിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് കുഞ്ഞു കുട്ടികൾക്കാണ്, ചിൽഡ്രനിലാണ് കൂടുതലും എഫക്റ്റ് ഉണ്ടാകുന്നത്. ബിക്കോസ് ഇത് ലെഡ് പോയ്സൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനെ ഫങ്ഷൻ എല്ലാം ഡാമേജ് ചെയ്യും. സോ ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ സെൽസും അവരുടെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഇതിനെല്ലാം ഈ ഒരു സെൽസിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാരണം ഈ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ്, ഗ്രോത്തിൻ്റെ പ്രോബ്ലംസ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഈ കുട്ടികൾക്കുണ്ടാവും. അപ്പം അഡൾട്ട്സിനേക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് ഇത് കൂടുതലും ലെഡ് പോയ്സണിങ് കൊണ്ട് ഡാമേജ് ഉണ്ടാകുന്നത്. അഡൾട്ട്സിനും ഉണ്ടാവാം, പക്ഷെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സോ വാട്ട് ഈസ് ഇറ്റ്? ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ബിൽഡപ്പ് ഓഫ് ലെഡ് ഇൻ ദ ബോഡി ദ ഡാമേജസ് ദ ബ്രെയിൻ, കിഡ്നീസ് ആൻഡ് ബ്ലഡ്, എസ്പെഷ്യലി ഇൻ യങ് ചിൽഡ്രൻ. സോ അതായത് എക്സസീവ് ടോക്സിക് ആയിട്ട് ലെഡ് നമ്മുടെ ബോഡിയിൽ ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ ഡാമേജ് ചെയ്യും. എസ്പെഷ്യലി ബ്രെയിൻ, കിഡ്നി, ബ്ലഡ്, ഇതിനെല്ലാം ഡാമേജ് ചെയ്യും. സോ അപ്പോൾ എസ്പെഷ്യലി യങ് ചിൽഡ്രൻ. അപ്പോൾ ഹൂ ഇസ് അറ്റ് റിസ്ക്? ഈ ക്വസ്റ്റ്യനാണ് എപ്പോഴും ചോദിക്കുന്നത്. കിഡ്സ് ലിവിങ് ഇൻ ഓൾഡർ ഹോംസ് പ്രീ 1978. അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് ഈ ഒരു പ്രീ 1978 റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ലെഡ് പോയ്സണിങ് ആണെന്ന് ഓർത്തോണം കേട്ടോ. അത് ഈ ഒരു സംഭവം ഈ ഒരു പ്രീ 1978 ഇൻ ഓൾഡർ ഹോംസ് എന്ന് പറയുന്നത് ഈ പണ്ട് കാലത്ത് പണിഞ്ഞിരുന്ന വീടുകൾക്ക് അവരുടെ പെയിൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ലെഡ് കണ്ടൻസ് ഒക്കെ കൂടുതലായിരുന്നു. ആസ്പെക്ട് എന്താണ് അവർ യൂസ് ചെയ്യുന്ന കണ്ടൻസ്, ആ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഇതിനകത്തൊക്കെ ലെഡിൻ്റെ കണ്ടൻസ് കൂടുതലായിരുന്നു. അതാണ് 1978 മുമ്പിലുള്ള. ഇപ്പം ചിലപ്പോൾ അവർ എന്താണ് ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ ഇങ്ങനെ 1978 തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ എന്തെങ്കിലും റെനോവേഷൻ ചെയ്യുകയാണ്, ഒരു ഓൾഡർ ഹോമിനെ റെനോവേറ്റ് ചെയ്യുവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരാം. സോ അതിന് എന്തെങ്കിലും ഒരു ലെഡ് പോയ്സണിങ്ങിൻ്റെ ക്ലൂ ഉണ്ടോ എന്ന് നോക്കണം. ഓൾഡർ ഹോംസ്, കിഡ്സ്, 1978 ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ ഫാമിലീസ് വിത്ത് ലോ ഇൻകം. അപ്പോൾ അതായത് ഈ പൂവറായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പണ്ടത്തെ വീട് ഓൾഡർ ഹോമിലൊക്കെ കൂടുതലായിട്ടും താമസിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഇതൊക്കെ കുറച്ച് ക്ലൂസ് ആണ് കേട്ടോ. എക്സ്പോഷർ ടു ഇമ്പോർട്ടഡ് ടോയ്സ്, പോട്രി ഓർ കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പോൾ ഇമ്പോർട്ടഡ് ടോയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ പുറത്തു നിന്നൊക്കെ വരുന്നത് നമുക്കറിയില്ലല്ലോ അതിനകത്ത് കണ്ടൻസ് എന്തൊക്കെയാണ്, ലെഡ് ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികളൊക്കെ അതൊക്കെ എടുത്ത് കഴിക്കുവോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ എക്സസീവായിട്ട് ടോക്സിക് ആയിട്ട് ലെഡ് ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ ക്ലൂസ് ആണ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ക്ലൂകളായിരിക്കും ഇതൊക്കെ കേട്ടോ. പോർ ഡയറ്റ്സ്, ലോ ഇൻ അയൺ ഓർ കാൽസ്യം. അപ്പോൾ ഈ അയണും കാൽസ്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ലെഡിൻ്റെ കണ്ടൻസിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് പൂവർ ഡയറ്റ്സ്, ലോ ഇൻ അയൺ ഓർ കാൽസ്യം ഒക്കെ ഉള്ള, മാൽ ന്യൂട്രീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ലെഡിനെ കുറച്ച് കൂടുതലായിട്ട് ടോക്സിക്കായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ അതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ കൂടുതലായിട്ടും റിസ്ക് ആർക്കൊക്കെയാണോ ഉള്ളതെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ ടോക്സിക് ആയിട്ട് ലെഡ് നമ്മുടെ ബോഡി ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾക്ക് കുട്ടികളിലൊക്കെ എസ്പെഷ്യലി കാണാൻ പറ്റുന്നത്? എന്താണ്? ഡെവലപ്മെൻറ്റൽ ഡിലേ, ബിഹേവിയറൽ ഇഷ്യൂസ്, ലേണിംഗ് പ്രോബ്ലംസ്, ഹിയറിംഗ് പ്രോബ്ലംസ്, GI ഇഷ്യൂസ്, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, അനോറക്സിയ, അനീമിയ സിംറ്റംസ്, പാലർ, ഫെറ്റീഗ്, സിവിയർ ആയിട്ട് ലെഡ് വന്നിട്ട് ടോക്സിക് ആയിട്ടുണ്ടെങ്കിൽ സീഷേഴ്സും, എൻസെഫലോപ്പതി നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ ആണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലെഡ് ടോക്സിക് ആയിട്ട് ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എസ്പെഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതെന്നുള്ളത്. ഇനി ഇത് നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? ഹൗ ഡു വി ഫൈൻഡ് ഇറ്റ്? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ ക്യാപ്പിലറി ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലഡിൻ്റെ ലെഡ് അളവ് എത്രയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ കുട്ടികൾക്കാണെങ്കിൽ ഒരു ബ്ലഡ് ലെഡ് ലെവൽ ഒരു 5
5-ലൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൺസേൺ ആണ്. അതായത് 5-ന് പോലും താഴെ ആയിരിക്കണം. നമ്മളൊരു 3.5 ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലെഡ് ഉണ്ടോ എന്നുള്ള കൺഫേം ചെയ്യും. കൺഫേം ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മൾ വെയിനീന്ന് ബ്ലഡ് എടുത്ത് തന്നെ ഗ്യാസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ വിടണം. അപ്പം കൺഫർമേഷൻ നമ്മൾ വെയിനീന്ന് തന്നെ ബ്ലഡ് എടുത്ത് വീനസ് ഡ്രോ തന്നെ ചെയ്യണം. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കാപ്പിലറി ഉള്ള ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മൾ 45 അതിലോ കൂടുതലോ ആണെങ്കിൽ നമുക്ക് എമർജൻസിയാണ്. അതായത് ടോക്സിക് ആയിട്ടുള്ള സീഷൻസും എൻസെഫലോപ്പതിയും എല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കീലേഷൻ എന്ന് പറയും. കീലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഈ കീലേഷൻ തെറാപ്പിയിൽ നമ്മളൊരു കീലേറ്റിക് ഏജന്റ് എന്ന് പറയും. അതായത് ഈ സക്കിമഡ് EDTA എന്നൊക്കെ പറയുന്നത് ഒരു ഏജന്റാണ്, ഒരു മരുന്ന് ആണ്. അത് കഴിച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ ബോഡിയിലുള്ള ലെഡ് അല്ലെങ്കിൽ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള മെറ്റലിലേക്ക് പോയി ബൈൻഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് കിഡ്നിയിൽ കൂടെ യൂറിനിൽ കൂടെ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്ത് കളയാൻ പറ്റും. അപ്പോൾ അതാണ് കീലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആ മെഡിക്കേഷൻസിൻ്റെ നെയിമുകളാണിത്. അപ്പം കീലേഷൻ തെറാപ്പിയിൽ ഈ ഒരു മെഡിക്കേഷൻ, ഈ ഒരു കീലേറ്റിക് ഏജൻറ്റ് നമ്മൾ കഴിക്കുകയോ അഡ്മിനിസ്റ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം ഈ ലെഡിലേക്ക് പോയി ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കിഡ്നിയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ ത്രൂ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം അങ്ങനെയാണ് കീലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് കാപ്പിലറി ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ലെഡ് റിസൾട്ട് കിട്ടും. അതിനുശേഷം നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വീനസ് ഡ്രോ തന്നെ ചെയ്യണം. ഇനി വാട്ട് ഷുഡ് ദ നേഴ്സസ് ഡു? അപ്പോൾ ഇനി നമ്മൾ ലെഡ് ഉണ്ട് എന്ന് നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പബ്ലിക് ഹെൽത്തിനെ ഇൻഫോം ചെയ്യണം. ബിക്കോസ് ഈ പഴയ വീടുകളെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്തിനെ ഇൻഫോം ചെയ്തിട്ട് അവർ അതിൻ്റെ രീതിയിൽ ഇവർക്ക് ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് അതിന് കാര്യങ്ങൾ ചെയ്യും. എഡ്യൂക്കേറ്റ് ഓൺ സേഫ് ഹോം പ്രാക്ടീസ്. അപ്പോൾ ഫാമിലി, അവരുടെ പേരൻസിനെയൊക്കെ നമ്മൾ സേഫ് ആയിട്ടുള്ള ഹോം പ്രാക്ടീസ് എന്താണ്, ലെഡ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം. കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ബിഹേവിയറൽ ഇഷ്യൂസ്, ലേണിംഗ് പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് സേഫ് ഹോം പ്രാക്ടീസിൽ നമ്മൾ പേരൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ പേരൻസിന് പറഞ്ഞു കൊടുക്കണം മോണിറ്റർ ഡെവലപ്മെൻറ്റ്, കിഡ്നി ഫംഗ്ഷൻ, ന്യൂട്രീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെങ്കിലോ കിഡ്നി ഫംഗ്ഷൻ്റെ കാര്യങ്ങൾക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിലോ ഒക്കെ ഈ ഒരു ലെഡ് ഉണ്ട് അത് കൂടുതലായിട്ട് ഒരു ടോക്സിക് ആയിട്ട് ബിൽഡപ്പ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടെങ്കിൽ ലെഡ് പോയ്സണിങ് ആണോ എന്നൊക്കെ നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, പേരൻസിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നേഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഫാമിലീസിന് നമ്മൾ അതായത് ഫ്ലോർസ് ക്ലീൻ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഓൾഡർ ഹോംസ് ലൈക്ക് ഫ്ലോർസ് ക്ലീൻ ചെയ്യുമ്പം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ലെഡിൻ്റെ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിൽഡപ്പ് നമുക്ക് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, കുറച്ച് കുറയ്ക്കാൻ പറ്റും. അത് ഡ്രൈ ആയിട്ട് സ്വീപ്പ് ചെയ്ത് കളയുമ്പോൾ, ഡ്രൈ ആയിട്ട് സ്വീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ പൊടിയിൽ കൂടെ എല്ലാം ലെഡെല്ലാം കൂടുതൽ പകർന്ന് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവരുടെ ബോഡിയിലേക്ക്, അവരുടെ സിസ്റ്റത്തിലേക്ക് ചെല്ലാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട് സ്വീപ്പിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വെറ്റായിട്ടുള്ള ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പം നമ്മൾ വെറ്റായിട്ടുള്ള ക്ലോത്ത്സോ അല്ലെങ്കിൽ മോപ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഫ്ലോർസ് ക്ലീൻ ചെയ്യാൻ. വാഷ് ടോയ്സ് ആൻഡ് ഹാൻഡ്സ് ഓഫ്റ്റൻ. അപ്പോൾ ഈ കുട്ടികൾ ടോയ്സ്, എസ്പെഷ്യലി ഈ ബാറ്ററി ഒക്കെ ഉള്ള ടോയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകുക. അതൊക്കെ ടോയ്സൊക്കെ എപ്പോഴും വൃത്തിയാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. സിവിയർ ഫുഡ്സ്, അത് കഴിഞ്ഞ് ഫുഡ്സ് നമ്മൾ സെർവ് ചെയ്യുമ്പം കാൽസ്യം, അയൺ, വൈറ്റമിൻ സിയിലൊക്കെ ഫുഡ് സെർവ് ചെയ്യും, കുട്ടികൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് കൊടുക്കുക. ബിക്കോസ് ഈ കാൽസ്യം, അയൺ, വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ ലെഡിനെല്ലാം എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്ത് കളയാൻ വേണ്ടി കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. അവോയ്ഡ് ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആൻഡ് ഓൾഡ് പ്ലാന്റ്. അപ്പം ഈ ഓൾഡ് പ്ലാന്റിൻ്റെ പോട്ട്, പിന്നെന്താണ് ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് എസ്പെഷ്യലി നമുക്ക് അതിൻ്റെ കണ്ടൻസ് ഇവരെവിടെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. എൻഷുർ ഫോളോ ബ്ലഡ് ടെസ്റ്റ്. ഇനി എന്തെങ്കിലും ലെഡിൻ്റെ നമ്മൾ സസ്പീഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെഡിൻ്റെ ചെറിയതായിട്ടുള്ള ഒരളവാണെങ്കിൽ പോലും നമ്മളതിൻ്റെ ഫോളോ അപ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ടോക്സിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഡിലേ, ഗ്രോത്തിനെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ലെഡ് പോയ്സണിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളത്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത് ഈ ഹോമിൻ്റെ വെച്ചിട്ടായിരിക്കും. pre-1978 ഓൾഡർ ഹോംസ്, കിഡ്സ് ലിവിങ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ റിലേറ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ലെഡ് പോയ്സണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ കീലേഷൻ തെറാപ്പി ചോദിക്കാം, കാൽസ്യം, അയൺ, വൈറ്റമിൻ സി ഫുഡ് കൊടുക്കുന്നത് ചോദിക്കാം. ഇതൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്.
ഓക്കെ, അപ്പോൾ ലെഡ് പോയ്സണിങ് മനസ്സിലായോ? സംശയമുണ്ടോ എന്തെങ്കിലും? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ GI സിസ്റ്റം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. നെക്സ്റ്റ് റെസ്പിറേറ്ററി ഓവർവ്യൂ. നമുക്കറിയാം എന്താണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമുക്ക് നോസ് ഉണ്ട്, സൈനസസ് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം, ഇവിടെ ഇത്രയും ഭാഗമാണ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ എന്താണ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ? എന്താണ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഗുണം എന്താ? എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ആർക്കറിയാം? Breathing. യെസ് യെസ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നമ്മൾ എയറിനെ ബ്രീത്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ, നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറുള്ള എയറിനെ നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നു. ആ ബ്രീത്തിങ് ചെയ്യുമ്പം നമുക്ക് ആ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളെപ്പോഴും പറയുമോ നമ്മുടെ ബോഡിയിൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഓർഗൻസിലേക്ക്, പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറയും, പെർഫ്യൂഷൻ അല്ലേ. പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഓർഗൻസിലെല്ലാം എത്തിക്കഴിഞ്ഞാലേ നമ്മുടെ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഓക്സിജൻ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ നമ്മുടെ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടെ കയറി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ചെല്ലുന്നു. അപ്പോൾ അതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. ഇപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് മീൻസ് നമ്മൾ എയറിലുള്ള ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ എത്തുമ്പം അതിനെ എങ്ങനെ ബ്ലഡിൽ ചെല്ലുന്നു. ഈ ബ്ലഡ് ആണല്ലോ നമ്മുടെ ബോഡിയിൽ ഫ്ലോ ചെയ്ത് ഓർഗൻസിലെല്ലാം പോകുന്നത്, എയർ അല്ലല്ലോ. സോ ഈ എയറിൽ കൂടെ എടുക്കുന്ന ഓക്സിജൻ ബ്ലഡിലേക്ക് ചെല്ലുന്ന പ്രോസസ്സാണ് ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതാണ് റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ അതിൻ്റെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി. അപ്പം നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ ട്രെക്കിയയിൽ, ഈ ട്രെക്കിയയിൽ നിന്ന് ഇത്രയും ഈ ഡയഫ്രം വരെയുള്ളതാണ് നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയും. അതാണ് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി. മെയിനായിട്ട് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി. ഈ ഔട്ട്സൈഡ് ഓഫ് ചെസ്റ്റ് ക്യാവിറ്റിയിലുള്ള ഈ മുകളിലുള്ള ഈ നമ്മുടെ മൗത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന നോസ് ഒക്കെ തുടങ്ങുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ തൊട്ടാണ് നമ്മുടെ എയർ നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെന്നല്ലേ. അപ്പം നോസ്, ഫസ്റ്റ് നോസ്. അപ്പം നമ്മൾ നോസ് എന്താ ചെയ്യുന്നത്? എയറിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയും അല്ലേ, ഇൻഹെയിൽ ചെയ്തെടുക്കുന്നു, ഇൻഹലേഷൻ. അപ്പം നോസിൽ ഈ എയർ ഇപ്പം നമ്മുടെ ബോഡിയിൽ കൂടെ കയറുമ്പോൾ ഒരു വാം എയർ ആയിട്ട് കയറി ഹ്യൂമിഡിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഈ നോസിൽ കൂടെ, അപ്പം നമ്മുടെ നോസിനകത്ത് ചെറിയ ചെറിയ നമുക്കറിയാം മൂക്കിനകത്ത് രോമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ഒരു ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹ്യൂമിഡിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കുറച്ച് എയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. പിന്നെ നമുക്ക് സൈനസ് ഉണ്ട്, എയർ ഫിൽഡ് സ്പേസസ് ദാറ്റ് പ്രൊഡ്യൂസ് മ്യൂക്കസ് ടു കീപ് നോസ് മോയിസ്റ്റ്. അപ്പോൾ ഈ മൂക്കിൻ്റെ അടുത്ത ഭാഗങ്ങളായിട്ട് നമുക്ക് ചെറിയൊരു എയർ ഫിൽഡ് സ്പേസ് ഉണ്ട്, അവിടെ കുറച്ച് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇതാണ്. മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവിടെ നോസിനെ മോയിസ്റ്റ് ആയിട്ട്. കാരണം ഡ്രൈ നോസ് ആയിട്ട് നമുക്കറിയാം, നമ്മുടെ നോസ് ഹ്യൂമിഡിറ്റി ഒക്കെ കുറഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ നോസ് ഡ്രൈ ആയി കഴിയുമ്പോൾ ബ്ലീഡ് ചെയ്തല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ തന്നെ ഫംഗ്ഷനാണ് ഈ സൈനസിനകത്ത് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അവിടെ നമുക്ക് നൈസ് ആൻഡ് മോയിസ്റ്റ് നല്ലൊരു എൻവയോൺമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഫാരിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡും പാസ് ചെയ്യാം. നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ഇവിടെ നിന്ന് രണ്ടും ഒരേ സംഭവം, ഫുഡ് പോകുന്നു, നമ്മുടെ എയറും പോകുന്നു, ഇത് രണ്ടും ഒരേ ഒരു ട്യൂബിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ട്യൂബ് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ലീഫ് ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് നമുക്കിവിടെ ഇതിൻ്റെ പുറകിലായിട്ട്, കഴുത്തിൻ്റെ തൊണ്ടയുടെ പുറകിലായിട്ട്. ഈ എപ്പിഗ്ലോട്ടിസ് നമ്മൾ സാധാരണ ഇപ്പം ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആയിട്ട് ഇരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് അടയും. അപ്പം ഈ ഒരു ട്രക്കിയയിലേക്ക് നമ്മുടെ ഫുഡിനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രക്കിയയുടെ ഭാഗത്തേക്ക് പോയിട്ട് ഈ എപ്പിഗ്ലോട്ടിസ് പോയിട്ട് അടഞ്ഞിരിക്കും. സോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതാണ് ഈ ഒരു ഏകദേശം സെയിം ഈ ഒരു ഇതിൽ കൂടെ തന്നെ പോകുന്നതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാരിങ്സിനകത്ത് ഫുഡും എയറും നമുക്ക് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫുഡ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകും, എയർ നമ്മുടെ ലങ്സിലേക്കും പോകും. ഇനി ലാരിങ്സ് നോക്കിക്കഴിഞ്ഞാൽ വോക്കൽ കോഡ്സ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഏറ്റവും അവസാനമായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ട്രക്കിയയുടെ ഈ തൊട്ട് മുമ്പ് ഭാഗത്തായിട്ടാണ് ഈ എപ്പിഗ്ലോട്ടിസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് എന്ത് വെച്ചാൽ ട്രക്കിയയുടെ അവിടെ പോയി ക്ലോസ് ചെയ്യും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. സോ അതുകൊണ്ട് നമുക്ക് ആ ഫുഡ് കഴിക്കുമ്പം ലങ്സിലേക്കൊന്നും ഫുഡ് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ വോക്കൽ കോഡ്സ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫോർ സ്പീച്ച്. സംസാരിക്കുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് വോക്കൽ കോഡ്സ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ കവേഴ്സ് വോക്കൽ കോഡ്സ് ഡ്യൂറിങ് സ്വാളോയിങ്. അപ്പോൾ നമ്മുടെ ട്രക്കിയ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നു ഡ്യൂറിങ് സ്വാളോയിങ്. ഫുഡ് അങ്ങോട്ട് പോകാതിരിക്കും, ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ലോവർ ട്രാക്ട് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്ക് ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സാണ് ട്രക്കിയ, എയർവേ ദാറ്റ് ക്യാരീസ് ഓക്സിജൻ ടു ലങ്സ്, ബ്രോങ്കായി. അപ്പം ഈ ട്രക്കിയ ദെൻ ബ്രോങ്കസ്, ഇങ്ങനെ നേരെ ബ്രോങ്കസ് വരുന്നു. ബ്രോങ്കസിൻ്റെ 2 ബ്രാഞ്ചാണ് ഇങ്ങോട്ടും പോകുന്നത്. ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, 2 ബ്രോങ്കായി. ഈ ബ്രോങ്കായി പിന്നീട് വീണ്ടും ബ്രാഞ്ചായിട്ട് ബ്രോങ്ക്യൂൾസ്. അതിൻ്റെ ഈ ബ്രോങ്ക്യൂൾസിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ആൽവിയോളായി. അപ്പം ഈ ആൽവിയോളായി എന്ന് പറയുന്നതാണ് നമ്മുടെ ലങ്സിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് ലങ്സിൽ ആൽവിയോളയാണ്. ഈ ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചാണ്. ബ്രോങ്കസ് വരുന്നു, ഒരു ബ്രോങ്കായി ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് ഒരു ബ്രോങ്കായി പോയി, പിന്നെ ആ ബ്രോങ്കൈനെ വീണ്ടും 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 ചെറിയ ചെറിയ ബ്രാഞ്ചായി. എന്നിട്ട് ആ ബ്രോങ്കയുടെ ഏറ്റവും അടുത്ത് കുഞ്ഞു ആൽവിയോളൈ സാക്സ് ഉണ്ട്. കുഞ്ഞു ആൽവിയോളൈ സാക്സ് ഉണ്ട്. ഈ ആൽവിയോളൈ സാക്സിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ബ്രോങ്കൈ ഡിസ്ട്രിബ്യൂട്ട്സ് എയർ ത്രൂ ഔട്ട് ദ ലങ്സ് ടു ബ്രോങ്ക്യൂൾസ് ആൻഡ് ആൽവിയോളൈ. റൈറ്റ് ബ്രോങ്കസ് ഈസ് വൈഡർ. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റൈറ്റ് ബ്രോങ്കസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രോങ്കസ് ഉണ്ട്, റൈറ്റിലേക്ക് പോകുന്ന ബ്രോങ്കസ് വൈഡറാണ്, ഓൾസോ ഷോർട്ടർ ആണ്, ചെറുതാണ്, മോർ വെർട്ടിക്കൽ, മോർ പ്രോൺ ടു ആസ്പിറേഷൻ. ബിക്കോസ് കുറച്ചും കൂടി വെർട്ടിക്കലായിട്ട്, കുറച്ചുകൂടി വെർട്ടിക്കലായിട്ട് ഇരിക്കുന്ന കാരണം ആസ്പിറേറ്റ് ചെയ്ത് ഫുഡൊക്കെ ആസ്പിറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതാണ് ഒരു റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ ആസ്പിറേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലങ്സ് നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈസ് ഓക്സിജൻ ടു ബോഡി ആൻഡ് എക്സെയിൽസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമ്മുടെ ബോഡിയിൽ ഈ ഓക്സിജൻ, നമ്മുടെ ബോഡിയിൽ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തി കഴിയുമ്പോൾ ഈ ഓക്സിജൻ്റെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് ഈ ഓക്സിജൻ മെറ്റബോളൈസ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് എനർജി തരും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഓർഗൻസിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള എനർജി തരും. ഈ എനർജി, ഈ ഒരു മെറ്റബോളിസം നടക്കുന്നതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നതും നമ്മുടെ ലങ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നമ്മുടെ ആൽവിയോളയിലാണ്. സോ ലങ്സിന് ഓക്സിജൻ എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നു, എന്നിട്ട് ഈ ഓക്സിജൻ എനർജൈസ് ആയ, അതായത് മെറ്റബോളിസം നടന്നിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റും നമ്മുടെ ലങ്സ് തന്നെയാണ് പുറത്തേക്ക് എക്സെയിൽ ചെയ്ത് കളയുന്നത്. സോ ഡയഫ്രം. ഇനി ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഒരു മസിലാണ്, നമ്മുടെ ലങ്സിന് താഴെയായിട്ട് ഉള്ളൊരു വലിയൊരു മസിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിലാണ്. നമ്മുടെ ഇൻഹെയിൽ ചെയ്യാനും എക്സെയിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിലാണ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലങ്സിന് തൊട്ടതായിട്ട് ഇങ്ങനെ നേരെ ഇരിക്കുന്ന ഒരു മസിലാണ് ഡയഫ്രം. ആൽവിയോളൈ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എയർ സാക്കാണ്, വേറെ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ്. അതായത് ഈ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ എത്തുന്നു, അതിനെ ബ്ലഡ് സപ്ലൈയിലേക്ക് പോകുന്നു, തിരിച്ചും കാർബൺ ഡൈ ഓക്സൈഡ് മെറ്റബോളൈസ് ചെയ്ത് വരുന്ന പോയിസനെ എല്ലാം തിരിച്ച് ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിലാണ്. അപ്പം ഇത് മനസ്സിലായോ? അനാട്ടമി മനസ്സിലായോ? ഫിസിയോളജി മനസ്സിലായോ? എന്താണ് ലങ്സിനകത്തുള്ള കുറച്ച് എന്തൊക്കെയാണ് ലങ്സിൻ്റെ അനാട്ടമി, അതിനകത്ത് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മനസ്സിലായോ? അത് ബ്ലെസി മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രീത്തിങ് മെക്കാനിക്സ്. സോ ബ്രീത്തിങ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ മെക്കാനിസം. അപ്പം ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, ഇൻസ്പിറേഷൻ, രണ്ടും ഒരേ അർത്ഥം തന്നെ, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ. സോ വെൻ യു ഇൻഹെയിൽ ഓർ ബ്രീത്ത് ഇൻ, വാട്ട് ഹാപ്പൻസ്, ദ ഡയഫ്രം, ദാറ്റ് ബിഗ് മസിൽ, ആ നമ്മുടെ ലങ്സിൻ്റെ താഴെയുള്ളൊരു ബിഗ് മസിൽ ഉണ്ടെന്ന് ഞാൻ പറയില്ലേ, ഈ ബിഗ് മസിൽ ഇവിടെ നമ്മുടെ ലങ്സിന് താഴെയായിട്ടിരിക്കുകയാണ്. ഈ ഡയഫ്രം കൺട്രാക്റ്റ് മീൻസ് ഇതിങ്ങനെ താഴേക്ക് പോകും, ഇങ്ങനെ ഇരിക്കുന്ന മസിൽ ഇങ്ങനെ താഴേക്ക് പോകും. സോ അങ്ങനെ താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം കൂടും. ഇപ്പം ലങ്സ് ഇങ്ങനെ ഇരിക്കുന്നു, ലങ്സ് ഇവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡയഫ്രം ഇരിക്കുന്നു. ഡയഫ്രം മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ലങ്സിന് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൂടുതൽ എയറിനെ എടുക്കുകയാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ എന്ത് സംഭവിക്കും? ഈ ഡയഫ്രത്തിന് നമ്മുടെ ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള കുറച്ചും കൂടെ കൂടുതൽ സ്പേസ് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് തിങ് ഹാപ്പൻസ് ഇസ്, നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്, അതായത് നമ്മുടെ റിബ്സിൻ്റെ ഇടയ്ക്കൂടെ മസിൽസ് ഉണ്ട്.
ഈ മസിൽസും അറ്റ് ദ സെയിം ടൈം കൺട്രാക്ട് ചെയ്യും. ഈ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഡയഫ്രം താഴേക്ക് മൂവ് ചെയ്യും. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് നമ്മുടെ റിബ്സിന് ഇടയ്ക്കൂടെയുള്ള മസിൽസ് എന്ത് ചെയ്യും, അപ്പോഴും അതും കൺട്രാക്ട് ചെയ്യും. അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ, അതായത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ റിബ്സ് ആണെങ്കിൽ അതിന് ഇങ്ങനെ ആവും, ഇങ്ങനെ ഒരു ഇച്ചിരി ഇതാവും. അത് കഴിഞ്ഞ് ഈ സ്റ്റേണത്തിന് ഇവിടുന്ന് ഇച്ചിരി മുന്നോട്ട് ഫോർവേഡും ആവും. അങ്ങനെയാണ് അപ്പോൾ അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ റിബ് കേജ് ഒക്കെ ഒന്ന് ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്യും, ഡയഫ്രം താഴേക്ക് വരും. അപ്പം നമ്മുടെ ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം കിട്ടും. മനസ്സിലായോ? എന്താ ഇൻസ്പിറേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഈ ഡയഫ്രം കൺട്രാക്ട് ചെയ്യും, അപ്പം നമുക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും. ഇന്റർകോസ്റ്റൽ മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്യും, അപ്പം നമ്മുടെ റിബ് കേജ് എല്ലാം കുറച്ചും കൂടെ വിടരും. അപ്പോൾ കുറച്ചും കൂടെ പുറത്തേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ലങ്സ് എയർ വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, കുറച്ചുകൂടി കൂടുതൽ എയറാണ് വരുന്നത്, കുറച്ചുകൂടി ക്വാണ്ടിറ്റി വോളിയം കൂടുകയാണ് എയറിൻ്റെ. സോ ആ ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുകയാണത്. അത് മനസ്സിലായല്ലോ, ഇൻസ്പിറേഷൻ നടക്കുന്ന ഒരു കാര്യം. ദ സെക്കൻഡ് തിങ് ഇസ് ഗ്യാസ് ലോ എന്ന്. അതായത് 3 ഗ്യാസ് ലോസ് ഉണ്ട്. ഇത് ശരിക്കും ബേസിക്കലി ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രഷർ കൂടുതലുള്ള, അതായത് ഹൈ പ്രഷറിൽ നിന്നിട്ട് ലോ പ്രഷറിലുള്ള സ്ഥലത്തേക്ക് എയർ മൂവ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ലോ, ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലുള്ള സ്ഥലത്തിലേക്ക് എയർ മൂവ് ചെയ്യും. ഫിസിക്സ് ആണ് കേട്ടോ. അപ്പം ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു എയറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം, അതായത് നോർമലി ഇപ്പം ഭയങ്കര നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷെ നമ്മൾ ഇതൊന്നും അല്ലാതെ ഒരു നോർമലി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 760 millimeters of mercury. സോ 760 millimeters of mercury ആണ് ഇപ്പം എനിക്ക് ചുറ്റുമുള്ള ഈ എയറിൻ്റെ പ്രഷർ. ഓക്കെ, എൻ്റെ ലങ്സിനുള്ളിൽ ഇൻട്രാപ്ലൂറൽ, എൻ്റെ ലങ്സിനുള്ളിലുള്ള എയറും ഇപ്പം ഞാനിപ്പം നോർമലി ഇരിക്കുകയാണ്, നോർമലായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഒത്തിരി എക്സേർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ നോർമൽ ചുമ്മാ അറ്റ് റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ലങ്സിലെ ഈ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആണ്, 760 തന്നെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ ഹൈ പ്രഷറിൽ നിന്നിട്ട് ലോ പ്രഷറിലേക്കാണ് എയർ പോണേ. അപ്പോൾ ഫസ്റ്റ് ഫിസിക്സിൻ്റെ ലോ, ഈ പ്രഷർ എയർ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന്, ഫസ്റ്റ് ലോ ഹൈ പ്രഷറിൽ നിന്നിട്ട് ലോ പ്രഷറിലേക്ക് പോകുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഓക്കെ, റെസ്റ്റ് ആയിട്ടിരിക്കുമ്പം എൻ്റെ ഈ ഉള്ളിലുള്ള ലങ്സിൻ്റെ പ്രഷറും അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും ഒന്നാണ്, 760. സോ ഇതെങ്ങനെയാണ് അപ്പോൾ ഈ ഹൈ പ്രഷർ ലോ പ്രഷർ ആവുന്നത്? അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ലോ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്, നമ്മുടെ വോളിയം, എയർ, അതായത് നമ്മുടെ ഇപ്പോൾ വോളിയം, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിൻ്റെ ഒക്കെ വോളിയം കൂടുമ്പം അതിനുള്ളിലെ എയർ സെയിം ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവിടുത്തെ പ്രഷർ കുറയും. അതായത് എൻ്റെ വോളിയം കൂടുന്നു, അപ്പം എൻ്റെ എയർ സെയിം ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ആ സെയിമിൽ നമ്മുടെ പ്രഷർ കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാം, ഒരു ബലൂൺ നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ബലൂൺ നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ടു. ആ കണ്ടെയ്നറിനുള്ളിലുള്ള ബലൂണും പുറത്തുള്ള അറ്റ്മോസ്ഫിയറും സെയിം ആണെന്ന് വിചാരിക്കാം, സെയിം പ്രഷറാണ്, എയറിന് സെയിം പ്രഷറാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ്, ഇപ്പം ഞാൻ ആ ബലൂണിനെ വീർപ്പിക്കാതെ എയർ കൂട്ടുവാണ് എന്ന് വിചാരിക്കാം. അപ്പം വീർപ്പിച്ച് എന്തെങ്കിലും ഒരു പ്രഷറോ എന്തെങ്കിലും കൊടുത്ത് വീർപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിനുള്ളിലെ ആ വോളിയം, അതിൻ്റെ ഒരു സൈസ് വലുതാവുമ്പോൾ ആ സൈസ് വലുതാവുന്നത് കൊണ്ടിട്ട് ഇതിനുള്ളിലെ പ്രഷർ കുറയും. സോ അങ്ങനെ സംഭവിക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലായില്ലെങ്കിലും ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് മനസ്സിലാക്കാൻ കേട്ടോ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയാണ് മനസ്സിലാക്കിയാൽ മതി. ഹൈ പ്രഷറുള്ള സ്ഥലത്തുനിന്ന് റോ പ്രഷറിലേക്ക് എയർ മൂവ് ചെയ്യും. സെക്കൻഡ് ലോ, അതായത് നമ്മുടെ സൈസ്,
ഈ ഇരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ എയർ ഇരിക്കുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ വലിപ്പം കൂടുവാണെങ്കിൽ അതിനുള്ളിലുള്ള എയർ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ കുറയും കമ്പയർഡ് ടു പുറത്തെ എയറിൻ്റെ പ്രഷർ അനുസരിച്ച്. അപ്പോൾ 760 ആണ് അറ്റ്മോസ്ഫിയർ. ഈ ഇരിക്കുന്ന പാത്രത്തിനുള്ളിൽ നോർമലായിട്ടിരിക്കുന്നത് 760 ആണ്. പക്ഷേ ഞാനിപ്പം വലിയൊരു പാത്രം കൊണ്ടുവച്ചു, അതിനുള്ളിൽ നേരത്തെ ഇരുന്ന അത്രയും തന്നെ എയർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിനുള്ള എയർ 760 കുറഞ്ഞായിട്ട് ഇരിക്കുക അതിൻ്റെ പ്രഷർ. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പുറത്തു നിന്നുള്ള എയർ ഉള്ളിലേക്ക് കയറും. സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡയഫ്രോം നമ്മുടെ ഈ റിബ് കേജും അതായത് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പം, കാരണം ഇത് മസിലാണ് സംഭവിക്കുന്നത്, മസിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ, അല്ലാതെ എയർ വന്നിട്ടല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്. ഡയഫ്രം മസിൽ വർക്ക് ചെയ്യുവാണ്, കൺട്രാക്ട് ചെയ്യുവാണ്. നമ്മുടെ ഇൻ്റർകോസ്റ്റൽ സ്പേസിലൊക്കെ ഉള്ള മസിൽസ്, റിബ്സിനുള്ളിലുള്ള മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് വലുതാവുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്, ഇത് വലുതായി പക്ഷേ എയർ നേരത്തെ ഉള്ളത് അത്ര തന്നെ ഇരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിനേക്കാളും നമ്മുടെ ഉള്ളിലെ ലങ്സിനുള്ളിലെ പ്രഷർ കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഫിസിക്സിനനുസരിച്ച് പുറത്തുനിന്ന് നമ്മളിങ്ങോട്ട് എയർ വരും. വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ പറയുന്നു, ഞാൻ എന്തായാലും പേടിക്കണ്ട, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല എക്സാമിന്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ്, ഹൈ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്നിട്ട് ലോ പ്രഷർ ഉള്ള സ്ഥലത്തിലേക്ക് എയർ മൂവ് ചെയ്യും. ഇപ്പം നമ്മൾ കോട്ടയത്ത് ഇന്ന് പ്രഷർ കൂടുതലാണ്, തൃശ്ശൂർ ഇന്ന് പ്രഷർ കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം, കോട്ടയത്തുള്ള എയർ തൃശ്ശൂരിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഹൈ ആയിട്ടുള്ള പ്രഷർ എവിടെയാണോ അവിടെ നിന്ന് ലോ ആയിട്ടുള്ള പ്രഷറുള്ള ഏരിയയിലേക്ക് എയർ മൂവ് ചെയ്യും. ഫിസിക്സ്. ഓക്കെ, സെക്കൻഡ് തിങ്, ഇപ്പൊ കോട്ടയം ആണ്, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയാം. കോട്ടയം ഇപ്പം സൈസിൽ ഭയങ്കര വലുതാന്ന് വിചാരിക്കാം, കോട്ടയം. തൃശ്ശൂർ സൈസിൽ കുറവാന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ വരുമ്പം സെയിം എമൗണ്ട് ഓഫ് എയർ ആണ് ഈ രണ്ട് സ്ഥലത്തുള്ളൂ എന്ന് വിചാരിക്കാം. സൈസ് മാത്രം വ്യത്യാസമുള്ളൂ, സെയിം എമൗണ്ട് ഓഫ് എയർ ആണ് ഇരിക്കുന്നത്. എമൗണ്ട്, ക്വാണ്ടിറ്റി ഞാൻ പറയുന്നത്, ക്വാണ്ടിറ്റി. അപ്പോൾ എന്ത് സംഭവിക്കും, സൈസ് കൂടിയത് കാരണം ഈ കോട്ടയത്തെ പ്രഷർ താന്നായിരിക്കും ഇരിക്കുക. അപ്പം എന്ത് സംഭവിക്കും, ഈ തൃശ്ശൂരിൽ നിന്നിട്ട് കോട്ടയത്തിലേക്ക് പോകും. അതായത് ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്നാണ് പോകുന്നത്, ഓർത്തോണം. പക്ഷെ സ്ഥലം വലുതായതുകൊണ്ട്, വോളിയം വലുതായതുകൊണ്ട്, മനസ്സിലായോ? ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? സൈസ് വലുതാവുമ്പോ പ്രഷർ കുറയും, സൈസ് കുറഞ്ഞിരിക്കുമ്പോൾ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് വോളിയം the pressure increases. That's it. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും മനസ്സിലായല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടെണ്ണം ഓർത്തിരിക്കുക. 3 എണ്ണം ഉണ്ടാകെ, പക്ഷെ നമുക്കിപ്പോൾ ഇതിപ്പോൾ 2 എണ്ണം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഡയഫ്രോം നമ്മുടെ റിബ് കേജും ഇങ്ങനെ വലുതാവുമ്പം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ്, എൻ്റെ ഉള്ളിലുള്ള എന്താണ്, എൻ്റെ ലങ്സിനുള്ളിലുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും സെയിം ആണ്. പക്ഷെ ഞാൻ ഇൻഹേൽ, അതായത് എൻ്റെ ഡയഫ്രം ഇങ്ങനെ ചെയ്യുമ്പോൾ ഡയഫ്രം താഴേക്ക് പോയി, എൻ്റെ റിബ് കേജ് പോയി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, എൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറഞ്ഞു. അപ്പോൾ പുറത്താണ് പ്രഷർ കൂടിയത്. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യം. ഇത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് സെക്കൻഡ്സ് ഇതിനുള്ളിൽ നടക്കുവാണ്. ഓക്കെ, പക്ഷെ ഇതാണ് ഇതിൻ്റെ ലോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ലോ നമ്മൾ എന്തായാലും നേഴ്സുമാരോടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതാണ് ടെക്നിക്കലി നടക്കുന്ന ഇൻസ്പിറേഷൻ, പുറത്ത് നമ്മൾ എക്സലേഷൻ നടക്കുന്ന സംഭവം. ഓക്കെ ഓക്കെ, മുന്നോട്ട് പോട്ടെ ഞാൻ. പോക്കോ. ഓക്കെ, ഇനി എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് തന്നെയാണ് സെയിം. അപ്പം വെൻ യു എക്സേൽ ഓർ ബ്രീത്ത് ഔട്ട്, ഡയഫ്രം റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം നടക്കുകയാണ്. ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സെക്കൻഡ്സിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യും, ഇൻഹേൽ ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അലോസ് കാർബൺ ഡൈ ഓക്സൈഡ് ലീവ് ദ ലങ്സ്. അപ്പം ഇൻസ്പിറേഷൻ നടക്കുന്നതിന് നേരെ തിരിച്ചാണ്. ഇൻട്രാ പൾമണറി പ്രഷർ അപ്പം കൂടുതലായിരിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇൻട്രാ പൾമണറി പ്രഷറിലാണ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് നമ്മൾ എക്സെൽ ചെയ്യും. പിന്നെ അത് തിരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ തിരിച്ചാവും. അപ്പോൾ പിന്നെ തിരിച്ചിങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ.
ഇനി സ്റ്റെപ്സ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേഷൻ എന്ന് നമുക്കറിയാം, ആക്ട് ഓഫ് ബ്രീത്തിങ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്, ഇൻഹെയിൽ ഓക്സിജൻ ആൻഡ് എക്സെയിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ബേസിക്കലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ നമ്മൾ അതിൻ്റെ വേറൊരു പേരാണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഡിഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രോസസ്സിനുള്ളിൽ നടക്കുന്നതാണ്. അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് എന്നാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം ബ്രീത്ത് ചെയ്തു, ഓക്സിജനെ എടുത്തു. ഡിഫ്യൂഷനിൽ നടക്കുന്നത് എന്താ വെച്ചാൽ ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ആൽവിയോളെ. അപ്പം നമ്മൾ ഈ ബ്രീത്ത് ചെയ്ത് നമ്മൾ ബ്രോങ്കിയോളയും ബ്രോങ്കിയോൾസിലും എല്ലാം ചെന്ന് ആൽവിയോളെ ചെന്നു. ആൽവിയോളെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഈ ഓക്സിജൻ ഇപ്പോൾ ഇതാണ് ആൽവിയോളെ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചെറിയ കുഞ്ഞൊരു ആൽവിയോളെ നമ്മളോട് വലിയ എൻലാർജ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഈ ആൽവിയോളയിൽ നമ്മുടെ ഓക്സിജൻ ഇങ്ങനെ എത്തി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മൾക്ക് ഓക്സിജൻ നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്ത് ക്യാപ്പിലറിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്സിജനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കൂടെ ബ്ലഡ് വെക്കുന്നു, ക്യാപിലറീസിൽ ബ്ലഡ് വെക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓക്സിജനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതുവഴി അതായത് നമ്മുടെ പൾമണറി ആർട്ടറി നമ്മുടെ ഹാർട്ടിൽ നിന്നിട്ട് ലങ്സിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരും. പൾമണറി ആർട്ടറി നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുമ്പോൾ ഈ ആൽവിയോളയിൽ കൂടെ അതിങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള നമുക്ക് ഓക്സിജൻ എയറിൽ കൂടെ കിട്ടുന്നത് ആൽവിയോളയിൽ നമ്മുടെ ആ പോകുന്ന ബ്ലഡിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതിലേക്കൂടെ ഒരു സൈഡിൽ കൂടെ ഡീഓക്സിജനായിട്ടുള്ള ബ്ലഡ് വരുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ഓക്സിജനും കൊടുത്തിട്ട് ഓക്സിജൻ ആയിട്ട്. അപ്പം എന്ത് ചെയ്യും, പൾമണറി ആർട്ടറി ഇങ്ങനെ ലങ്സിലേക്ക് വരുന്നു, നമ്മുടെ ആൽവിയോളെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു, ഓക്സിജനൊക്കെ കൊടുത്ത് ഓക്സിജനായിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പൾമണറി വെയിനിൽ കൂടെ തിരിച്ച് ഹാർട്ടിലേക്ക് കൊടുക്കും. ഇങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഹാർട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊടുത്തിട്ട് ലങ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആക്കി തിരിച്ച് ഹാർട്ടിലേക്ക് കൊടുത്തിട്ട് ഹാർട്ട് വീണ്ടും പമ്പ് ചെയ്ത് ഓർഗൻസിലേക്ക് കൊടുക്കും. സോ ബേസിക്കലി ഹാർട്ടും നമ്മുടെ ലങ്ങും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണ് നമ്മുടെ ബോഡീനെ മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഈ ഓക്സിജൻ നമ്മുടെ ആൽവിയോളയിൽ എത്തിയിട്ട് നമ്മുടെ ഈ ക്യാപ്പിലറി അതായത് ബ്ലഡിലേക്ക് ഓക്സിജനെ കൊടുക്കുന്നതാണ് ഗ്യാസ് എക്സ്ചേഞ്ച്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ബേസിക്കലി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ. ഇനി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർക്കുലേഷൻ അല്ലെങ്കിൽ പെർഫ്യൂഷൻ. അതായത് ഈ ബ്ലഡിലേക്ക് ഞാൻ ഗ്യാസ് എക്സ്ചേഞ്ച് കൊടുത്തു, അത് കഴിഞ്ഞ് നമ്മുടെ ഹാർട്ടിൽ ചെന്നു, ഹാർട്ടിൽ നിന്ന് നമ്മൾ നല്ല പെർഫ്യൂസ്ഡ് ആയിട്ട് ബ്ലഡിനെ എല്ലാം ഓർഗൻസിലേക്ക് കൊടുക്കുന്നു. സോ ബേസിക്കലി അതാണ് പെർഫ്യൂഷൻ അല്ലെങ്കിൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. സെൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്സ് പ്ലേസ് ഓൺ ദ സെല്ലുലർ ലെവൽ. ഓക്സിജൻ ഗോസ് ഇൻ ടു സെൽ ആൻഡ് CO2 ലീവ്സ് ദ സെൽ. ഇപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഡിഫ്യൂഷനിൽ ഓക്സിജൻ നമുക്ക് ഇവിടെയാണ് സെൽ എക്സ്ചേഞ്ചിൽ. അപ്പം ഡിഫ്യൂഷനിൽ ഓക്സിജൻ നമ്മൾ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ മെറ്റബോളിസത്തിന്റെ ബാക്കിയായിട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു, അതും എടുത്ത് നമ്മൾ തിരിച്ച് സെല്ലിൽ നിന്ന് പുറത്ത് വിടുന്നു. അതാണ് സെൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. സെല്ലിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഓക്സിജൻ എല്ലാം യൂസ് ചെയ്ത എനർജി ആയിട്ട് വേസ്റ്റ് വരും. ആ വേസ്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മൾ ലങ്സിൽ കൊണ്ടുവന്ന് ലങ്സിൽ നിന്ന് വീണ്ടും നമ്മൾ പുറത്ത് എക്സേൽ ചെയ്ത് കളയുന്നു. സോ ബേസിക്കലി ഗ്യാസ് എക്സ്ചേഞ്ചിൽ ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ. ഇനി FAI2 ഓക്കെ. ഇനി FiO2 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് ആണ്, പെർസെൻറ്റേജ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബ്രീത്ത് ചെയ്തെടുക്കുന്നില്ലേ, ആ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ആണ് FiO2, ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എയർ യു ബ്രീത്ത് ഇൻ. അപ്പോൾ യൂഷ്വലി ആ റൂം എയറിൻ്റെ ഫ്രാക്ഷൻ FiO2 എന്ന് പറഞ്ഞാൽ 21% ആണ് നോർമലായിട്ടുള്ള യൂഷ്വലി ഉള്ള റൂം എയർ. ഇനി നമ്മൾ ശ്വാസമുട്ടലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾക്ക് ഒക്കെ നമ്മൾ ഓക്സിജൻ കൂടുതലായിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നത്. സോ എങ്ങനെ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റും, ഈ FiO2 ഇൻക്രീസ് ചെയ്യണം. അതായത് നമ്മൾ 1 ലിറ്റർ ഓക്സിജൻ ഈ FiO2 21% ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു 1 ലിറ്റർ ഓക്സിജനും കൂടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 24% ഓഫ് ഓക്സിജൻ കിട്ടും. പിന്നെ 2 ലിറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ 28% ഓഫ് ഓക്സിജൻ കിട്ടും. 3 ലിറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ 32% ഓഫ് ഓക്സിജൻ കിട്ടും. സോ ബേസിക്കലി ഈ FiO2 നിങ്ങൾ വെന്റിലേറ്റർ സെറ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. FiO2 എന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ പെർസെൻറ്റേജ് 21% ആണ്.
സോ ഈ 21% കിട്ടിയാൽ ഇപ്പോൾ എന്തെങ്കിലും അസുഖം ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക്, നമ്മൾ വെന്റിലേറ്റർ കിടക്കുന്ന ആൾക്കാർക്ക് ഈ 21% ഇനഫ് ആയിരിക്കില്ല. സോ അപ്പോൾ നമുക്കറിയാം അപ്പോൾ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം. സോ 21% പ്ലസ് എത്ര വേണം, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 ലിറ്റർ കൊടുത്താൽ 24%, 2 ലിറ്റർ കൊടുത്താൽ 28%, അങ്ങനെ. അപ്പം അങ്ങനെയാണ് FiO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. PaO2 എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ പ്രഷർ ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ്. അപ്പോൾ ആർട്ടീരിയൽ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ പ്രഷറാണ്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ നോർമൽ റേഞ്ച് 80 to 100 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പോൾ ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജൻ്റെ അളവ് എത്രമാത്രം നമുക്ക് കുറവാണ് എന്നുള്ള ഹൈപ്പോക്സീമിയ, ലോ O2 ഇൻ ദ ബ്ലഡ്. ബ്ലഡിനകത്ത് എത്രമാത്രം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ടിഷ്യൂ, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്രമാത്രം കുറവാണ്, അതാണ് ഹൈപ്പോക്സീമിയ. SaO2 എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ. ഇപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ആർട്ടീരിയൽ ബ്ലഡ്. അപ്പം SaO2ൽ നമ്മുടെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ആണ്, അതായത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ്. അപ്പം 94 to 100%. ഇതിൽ നമുക്കിതിൻ്റെ പ്രഷറാണ്, ഇതിൽ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ്. എത്ര പെർസെൻറ്റേജ്, അതായത് എത്ര മാത്രം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡിൽ കൂടെ പോകുന്നുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് ആണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈപ്പോക്സിയയിൽ ലോ ഓക്സിജൻ ഇൻ ദ ടിഷ്യൂസ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഒക്കെ ടിഷ്യൂസിൽ പോകുമ്പോൾ ലോ ഓക്സിജൻ ഇൻ ദ ടിഷ്യൂസ് ആണ് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സീമിയ ഇൻ ദ ബ്ലഡ്. ഓക്കെ. SpO2 SaO2 ബേസിക്കലി സെയിം തിങ് ആണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഈ SaO2 നമ്മൾ ബ്ലഡ് ഗ്യാസ് അതായത് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ആ ഗ്യാസിൻ അളവ് ചെക്ക് ചെയ്യുമ്പോഴാണ്, അതിനകത്താണ് നമുക്ക് SaO2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. SpO2 എന്ന് വെച്ചാൽ നമുക്ക് പൾസ് ഓക്സിമീറ്റർ വെച്ച് നമുക്ക് കയ്യിൽ, നമ്മുടെ വിരലിൽ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് SpO2 നമുക്ക് കാണാൻ പറ്റും, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം 94 to 100 ആണ് അതിൻ്റെ നോർമൽ റേഞ്ച്. സെയിം തിങ് ആണ്, SpO2 SaO2 സെയിം ആണ്. ജസ്റ്റ് SaO2 നമുക്ക് ബ്ലഡ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നു. SpO2 നമുക്ക് ജസ്റ്റ് പൾസ് ഓക്സിമീറ്റർ വെച്ച് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യാം. സോ ബേസിക്കലി പൾസ് ഓക്സിമീറ്ററിന് ഇപ്പോൾ അവരുടെ സർക്കുലേഷൻ പൂവർ ആണെങ്കിലോ, കോൾഡ് ഫിംഗേഴ്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് നെയിൽ പോളിഷ് ഉണ്ടെങ്കിലോ, പിന്നെ പൾസ് ഓക്സിമീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പൾസ് ഓക്സിമീറ്ററിൽ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് നമ്മുടെ ഈ നെയിലിൽ കൂടെ പോയി താഴേക്ക്, ഏറ്റവും താഴെ വരെ വന്ന് അതിൻ്റെ നിന്നിട്ടാണ് ഇതൊരു കാൽക്കുലേഷൻ എടുക്കുന്നത്. ഓക്കെ, എന്തുമാത്രം പെർഫ്യൂസ്ഡ് ആണ്, എന്തുമാത്രം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്, എന്തുമാത്രമാണ് അത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ നെയിലിന് ഒരു നെയിൽ പോളിഷോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ചില ആൾക്കാർക്ക് കണ്ടീഷനുകളുണ്ട്, നമ്മുടെ എക്സ്ട്രിമിറ്റീസ്, നമ്മുടെ ഫിംഗേഴ്സിലേക്കൊക്കെ സർക്കുലേഷൻ പൂവറായിട്ടുള്ള ആൾക്കാർ. സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് SpO2 ആയിരിക്കില്ല കിട്ടുക. സോ അതുകൊണ്ട് SpO2 ഇസ് ലൈക്ക് ഒരു എന്താണ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് തന്നെ എടുത്തിട്ട് വേണം നോക്കാൻ. പക്ഷേ ഹോസ്പിറ്റലിൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു റീഡിങ് വേണമെങ്കിൽ SpO2 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ SpO2 ഈസ് അത്രേ ഉള്ളൂ. അപ്പോൾ റെസ്പിറേറ്ററി ഓവർവ്യൂവിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്, അനാട്ടമി നമ്മൾ നോക്കി, ഫിസിയോളജി നമ്മൾ നോക്കി, ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ, അതിൻ്റെ മെക്കാനിസം നമ്മൾ നോക്കി, ഗ്യാസ് എക്സ്ചേഞ്ച്, ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച്. ലങ്സിൽ ഏറ്റവും മേജറായിട്ട് ഏറ്റവും കൂടുതൽ ലങ്സ് ബിൽഡ് ചെയ്തേക്കുന്നത് ഈ ആൽവിയോളൈസ് വെച്ചിട്ടാണ്. കാരണം ലങ്സിൻ്റെ മെയിൻ ഫങ്ഷൻ നടക്കുന്നത് ആൽവിയോളയിലാണ്. സോ ആൽവിയോള ഗ്യാസ് എക്സ്ചേഞ്ച് നമ്മൾ നോക്കി. പിന്നെ നമുക്ക് ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡിൽ എത്രമാത്രം പെർഫ്യൂസ്ഡ് ആണ്, എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ട്, പ്രഷർ എങ്ങനെയുണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് FiO2, PaO2, SaO2, SpO2 ഒക്കെ. അപ്പോൾ അതാണ് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഒരു എക്സെപ്റ്റ് ഈ പ്രഷറിൻ്റെ കാര്യം അല്ലാതെ, പ്രഷർ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം, പക്ഷെ ആ ക്വസ്റ്റ്യൻ ചോദിക്കില്ല പ്രഷറിൻ്റെ ഒന്നും വെച്ച്. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമുക്ക് അസസ്മെൻറ്റ്, നമുക്ക് മെയിനായിട്ടും വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നതും നമ്മൾ മെയിനായിട്ടും ഇതാണ്, നമ്മുടെ നേഴ്സുമാരെന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട അസസ്മെൻറ്റുകളാണ്. സോ റെസ്പിറേറ്ററി എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക, അല്ലേ?
മെയിനായിട്ട് നമ്മൾ എങ്ങനെ അസസ് ചെയ്യുക? റെസ്പിറേറ്ററി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നമുക്കറിയാം നമ്മുടെ അസസ്മെന്റിൽ പല സ്റ്റെപ്സ് ഉണ്ടല്ലേ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ് റെസ്പിറേറ്ററിയിൽ? ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷൻ നമ്മുടെ സ്റ്റെതസ്കോപ്പ് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുക, നമ്മൾ കേൾക്കുകയാണ് ബ്രെത്ത് സൗണ്ട്സ്. സോ ബ്രെത്ത് സൗണ്ട്സ് നമ്മൾ കേൾക്കുമ്പം ഈ നോർമൽ ബ്രെത്ത് സൗണ്ട്സും അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ നമുക്ക് ആ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനോ അവർക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ ഉണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് നമുക്ക് ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ പറ്റുക? സോ അതിനൊക്കെ മുമ്പ് നമുക്ക് ഇവരെ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഇവരുടെ ബ്രീത്തിങ് എങ്ങനെയുണ്ട്, ഇവരുടെ ബ്രീത്തിങ്ങിൻ്റെ നമ്പർ, ക്വാളിറ്റി എങ്ങനെയാണ്, ഇവർ ഡീപ്പാണോ ഷാളോ ആയിട്ടാണോ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റ് ടു സിറ്റ് അപ്റൈറ്റ് ആൻഡ് റെസ്റ്റ് ആംസ് ഓൺ ലാപ്പ്. സോ നമ്മൾ പേഷ്യൻ്റ് ഒരുപാട് ഇങ്ങനെ മൂവ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ടി വിയുടെ സൗണ്ടോ അങ്ങനെയൊക്കെ വെച്ച് എൻവയോൺമെൻറ്റലി ഫാക്ടേഴ്സ് ഒന്നും അവരോട് അടങ്ങി ഒതുങ്ങി നേരെ ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് കയ്യെല്ലാം ലാപ്സിൽ വെച്ച് ഇരിക്കാൻ പറയാം. ട്രൈ ടു ലിസൺ ഇൻ ക്വയറ്റ് എൻവയോൺമെൻറ്റ്, ടേൺ ഓഫ് ടി വി ഇഫ് ഇറ്റ്സ് ഓൺ. അതായത് ബേസിക്കലി നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ശബ്ദം, കാരണം നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അത്രയ്ക്ക് ലൗഡായിട്ടുള്ള എന്തെങ്കിലും റെസ്പിറേറ്ററി സൗണ്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സോ അപ്പം എൻവയോൺമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇൻസ്ട്രക്ട് ടു ടേക്ക് ഡീപ് ബ്രെത്ത്സ്, ലിസൺ ഓൺ ബെയർ സ്കിൻ, നോട്ട് ഓൺ ക്ലോത്തിങ്. അത് സെയിം ഐഡിയ ആണ്. ബിക്കോസ് ക്ലോത്തിങ്ങിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഒന്ന് അതൊരു ബാരിയർ പോലെയാണ്. സെക്കൻഡ്, ഈ ക്ലോത്തിങ്ങിന് മുകളിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ക്ലോത്തിങ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ഒരു സൗണ്ട് നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല ശരിക്കും. സോ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെയർ സ്കിന്നിൽ നമ്മൾ കേൾക്കാൻ ശ്രമിക്കാം. ലിസൺ ഓൺ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഇപ്പോൾ ഇൻസ്പിറേറ്റ് ചെയ്യുമ്പോൾ എക്സ്പിറേഷൻ്റെ സമയത്തും നമ്മൾ കേൾക്കുക. അപ്പോൾ ഇത് രണ്ടിൻ്റെ സമയത്തും ചിലപ്പോൾ ഇൻസ്പിറേഷന് മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കേൾക്കുക, ചിലപ്പം എക്സലേഷനിലായിരിക്കും എന്തെങ്കിലും അബ്നോർമാലിറ്റി. സോ അത് രണ്ടും നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലിസൺ ഓൺ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഓസ്കൾട്ടേറ്റ് ദ ഫ്രണ്ട്, ബാക്ക് ആൻഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ചെസ്റ്റ്. അപ്പം നമ്മൾ ആൻറ്റീരിയർ നോക്കുന്നു, പോസ്റ്റീരിയർ നോക്കുന്നു, സൈഡ്. അതായത് നമ്മുടെ ലങ്സ് ബേസിക്കലി 2 ലങ്സ് ഉണ്ട്, റൈറ്റും ലെഫ്റ്റും. റൈറ്റിന് 3 ലോബ്സ് ഉണ്ട്, ലെഫ്റ്റിന് 2 ലോബ്സ് ഉണ്ട്. അപ്പോൾ ഈ ലോബ്സ് നമുക്ക് നമ്മുടെ ഈ ക്ലാവിക്കലിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ ലങ്സിൻ്റെ എപ്പെക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ടോപ്പായിട്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാവിക്കിൻ്റെ തൊട്ടായിട്ട് ഇവിടെ താഴെ വരെ ഇരിക്കും ലങ്സ്. അപ്പോൾ ഇത് ലങ്സിൻ്റെ ഈ റൈറ്റിലുള്ള 3 ലോബ്സും ലെഫ്റ്റിലുള്ള 2 ലോബ്സും നമുക്ക് ഈ ആൻറ്റീരിയർ നമുക്ക് നോക്കാൻ പറ്റും. എസ്പെഷ്യലി ഈ ലോവർ ലോബ്സ് നമുക്ക് ആൻറ്റീരിയറിൽ ശരിക്കും കേൾക്കാൻ പറ്റില്ല. ഇപ്പം ലേഡീസ് ചിലപ്പം അവരുടെ ബ്രസ്റ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ലാർജ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കിത് കേട്ട് എസ്പെഷ്യലി ഈ ലോവർ ലോബ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. സോ നമുക്കത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് നമുക്ക് പോസ്റ്റീരിയറിൽ നിന്ന് കേൾക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും വെച്ച് നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുക. ലിസൺ ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ നമ്മൾ എപ്പെക്സ് നമ്മുടെ റൈറ്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ നോക്കുക. അപ്പം ഫസ്റ്റ് നമ്മുടെ ഈ എപ്പെക്സിൽ നോക്കി, എന്നിട്ട് സെക്കൻഡ്, അതായത് ഈ 2 സൈഡും കമ്പയർ ചെയ്ത് ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം നമ്മളിങ്ങനെ നോക്കി പോകണം. ഓക്കെ. സോ ഓസ്കൾട്ടേറ്റിങ്ങിന് ബേസിക്കലി ഇതാണ്. പേഷ്യനോട് നേരെ ഇരിക്കാൻ പറയാം, മാക്സിമം എൻവയോൺമെൻറ്റിലെ സൗണ്ടുകൾ അവോയ്ഡ് ചെയ്യുക, ക്ലോത്തിങ്ങിന് ഉള്ളിലൂടെ അല്ല പുറത്ത് ബെയർ സ്കിന്നിൽ നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട് ബാക്കും ഓസ്കൾട്ടേറ്റ് ചെയ്യുക, 2 സൈഡും കമ്പയർ ചെയ്ത് ഓസ്കൾട്ടേറ്റ് ചെയ്ത് പോവാം. സോ നോർമൽ ലങ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ് നോർമൽ ലങ് സൗണ്ട്സ് ഉള്ളത്. ബ്രോങ്കിയൽ ഓർ ട്രാക്കിയൽ, ബ്രോങ്കോ വെസിക്കുലർ ഓർ വെസിക്കുലർ. അപ്പോൾ 3 തരം നോർമൽ ലങ് സൗണ്ട്സ് ആണ്. അപ്പം ബ്രോങ്കിയൽ ട്രെക്കിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ട്രെക്കിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ആൻറ്റീരിയറി ആണെന്ന് കേൾക്കാൻ പറ്റുക. നമ്മൾ പോസ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ഈ ബ്രോങ്കിയൽ ട്രെക്കിയൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൗണ്ടുകളെല്ലാം ഇപ്പം നമുക്ക് പറഞ്ഞു പോലും നിങ്ങൾക്ക് കേൾക്കും. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, നോർമൽ ബ്രെത്ത് സൗണ്ട്സ്, അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വീഡിയോസ് ഒന്ന് എടുത്ത് കേട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്താണ് വ്യത്യാസമുള്ളതെന്നുള്ളത്. അപ്പം നമുക്ക് പറയുമ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്, എന്താ ഈ വ്യത്യാസം, ചെറിയ വ്യത്യാസങ്ങളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോസ് ഒന്ന് കേൾക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ബ്രോങ്കിയൽ ട്രെക്കിയലിനകത്ത് സൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും, കാരണം ഈ ഒരു ഏരിയയിലായിട്ടാണല്ലോ. അപ്പോൾ ഹൈ ആണ്, ലൗഡാണ്. ലൊക്കേഷൻ വന്നത് ട്രെക്കിയൽ ലാരിങ്സ് ആണ്. ബ്രോങ്കോ വെസിക്കുലർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഡിയം പിച്ച്ഡ് ആണ്, ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. ലൊക്കേഷൻ വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസ്. അപ്പം നമ്മുടെ
ക്ലാവിക്കലിനൊക്കെ താഴെയായിട്ട് മിഡ് ക്ലാവിക്കുലർ ഒരു ഏരിയയിലായിട്ടാണ് ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബ്രോങ്കോ വെസിക്കുലർ സ്പേസ് വരാം. പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് ആൻറ്റീരിയറും പോസ്റ്റീരിയറും നമുക്ക് കേൾക്കാൻ പറ്റും. പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാപ്പുലയുടെ ബിറ്റ്വീൻ താഴെയായിട്ടായിരിക്കും ബ്രോങ്കോ വെസിക്കുലറിൻ്റെ ലൊക്കേഷൻ വരിക. ബ്രോങ്കിയൽ ട്രക്കിയിൽ കൂടുതൽ നമുക്ക് ആൻറ്റീരിയർ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ബ്രോങ്കോ വെസിക്കുലർ നമുക്ക് ആൻറ്റീരിയറും പോസ്റ്റീരിയറിലും കേൾക്കാൻ പറ്റും. വെസിക്കുലറിലും അതുപോലെ തന്നെ നമുക്ക് ആൻറ്റീരിയറിലും പോസ്റ്റീരിയറിലും കേൾക്കാൻ പറ്റും. സൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ലോ ആയിട്ടുള്ള സൗണ്ടാണ്. ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഓവർ മോസ്റ്റ് ഓഫ് ദ ലങ്സ്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ലങ്സ് ഈ വെസിക്കുലർ സൗണ്ട് കേൾക്കാൻ പറ്റും. സോഫ്റ്റ് ലോ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇനി ഹൈപ്പോക്സിയ. അപ്പോൾ ഹൈപ്പോക്സിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിക്രീസ്ഡ് ഓക്സിജൻ സപ്ലൈ ടു ടിഷ്യൂ ആൻഡ് സെൽസ്. അപ്പോൾ ഓക്സിജൻ സപ്ലൈസ് നമ്മുടെ ടിഷ്യൂസിലേക്കും സെൽസിലേക്കും കുറഞ്ഞു പോയി. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഏർലി സൈൻസ്? ഇപ്പോൾ ഓക്സിജൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലേക്കും ഒക്കെ ഓക്സിജൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകുന്നു. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ലങ്സിലേക്കൊക്കെ ഓക്സിജൻ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മൾ റെസ്റ്റ്ലെസ് ആവുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. അതായത് നമ്മുടെ ഓർഗൻസിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടിയാലേ ഓർഗൻസ് വർക്ക് ചെയ്യുള്ളൂ. സോ അതിൻ്റെതായ എല്ലാ ഫങ്ഷൻ പ്രോബ്ലംസും കാട്ടും. ആങ്സൈറ്റി കാണിക്കും. ടാക്കിക്കാർഡിയ, ടാക്കിപ്നിയ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇപ്പം നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് വരുമ്പം നമ്മുടെ ബോഡിയിൽ മെയിനായിട്ടും ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്ന 2 ഓർഗൻസ് ആണ് ലങ്സും ഹാർട്ടും. അപ്പോൾ ഈ ലങ്സും ഹാർട്ടും എന്ത് ചെയ്യും? ഓക്കെ, ലങ്സ് വിചാരിക്കും ഞാൻ നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് കൂടുതലായിട്ട് ഇൻസ്പിറേഷൻ ചെയ്ത് കൂടുതലായിട്ട് ഇൻഹലേഷൻ ചെയ്യുവാണെങ്കിൽ ഓക്സിജൻ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ട് ലങ്സ് കൂടുതലായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ ടെക്കിപ്നിയ ആവും. സെയിം തിങ് ഹാർട്ടും വിചാരിക്കും. സോ ഹാർട്ട് വിചാരിക്കും ഓക്കെ, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടുന്നില്ല, മേ ബി ഞാൻ കൂടുതലായിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ചിലപ്പം കുറച്ച് കൂടുതലായിട്ട് ഓർഗൻസിൽ ചെല്ലാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് ഹാർട്ടും ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം കാരണമാണ് ടെക്കിക്കാർഡിയ, ടെക്കിപ്നിയ ഉണ്ടാകുന്നത്. ബിക്കോസ് ദ ബോഡി or ഹാർട്ട് or lung is trying to compensate ഓഫ് വാട്ട് ലൈക്ക് നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ ലാക്ക് ചെയ്യുകയാണല്ലോ. സോ ഈ ഓക്സിജൻ്റെ ലാക്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ടെക്കിപ്നിയ, ടാക്കിക്കാർഡിയ ഉണ്ടാവുന്നത്. ഇനി ഇമ്മീഡിയറ്റ് നേഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ശ്വാസമുട്ടലാണ്. സോ റേസ് ഹെഡ് ഓഫ് ദ ബെഡ്, അഡ്മിനിസ്റ്റർ ഓക്സിജൻ, പ്രൊവൈഡ് ഓറൽ സെക്ഷനിങ്. ഇപ്പം ഡിപ്പെൻസ് ഓൺ എന്താണ് പ്രശ്നം. ഇപ്പം എന്താണ് മ്യൂക്കസ് കൂടിയിരിക്കുന്നതുകൊണ്ടാണോ, ന്യൂമോണിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മ്യൂക്കസ് ഇപ്പം പസ് പോലത്തെ കാര്യങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന മ്യൂക്കസ് കൂടിയിരിക്കും, ഫ്ലം കൂടിയിരിക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡിയാണോ. സോ ഡിപ്പെൻസ് ഓൺ എന്താണ് കോസ്, അതിനനുസരിച്ച് ഓറൽ സെക്ഷനിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഓറൽ സെക്ഷനിങ് ചെയ്യാം. പെയിൻ മെഡ്സ് ഓർ റീപോസിഷനിങ് ഇഫ് ഫ്രം പെയിൻ, അതായത് പെയിനൊക്കെ ഒരുപാട് സിവിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ശ്വാസമുട്ടൽ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയുള്ളത് നമ്മൾ ആ ഒരു എന്താണ് കോസ്, ആ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുക. സോ അതപ്പം നമുക്കിതിന് ഈ ഒരു ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, ഇപ്പോൾ ശ്വാസമുട്ടൽ ഉണ്ടാകുന്നുണ്ട്, ഓക്സിജനായിട്ടുള്ള ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് റൂട്ട് കോസ്, അതിനെ ട്രീറ്റ് ചെയ്യുക. സോ നമുക്ക് ഇവഞ്ച്വലി പ്രോബ്ലത്തിന് മാനേജ് ചെയ്യാൻ പറ്റും. അസസ് നീഡ് ഫോർ റെസ്പിറേഷൻ ട്രീറ്റ്മെൻറ്റ്സ്, എന്തെങ്കിലും റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റ് വേണോ, സ്പൈറോമെട്രി വേണോ, ഓക്സിജൻ വേണോ, വെന്റിലേറ്റർ വേണോ, ബിപാപ്പ് വേണോ, ബൈപാപ്പ് വേണോ, സിപാപ്പ് വേണോ. സോ എന്താണ് എന്നുള്ളതിനെ അസസ് ചെയ്യുക, അതിനുള്ള പ്രോപ്പർ മെഷർമെൻറ്റ്സ് എടുക്കുക. പൾസ് ഓക്സിമീറ്റർ, ഫോർ എക്സാമ്പിൾ പൾസ് ഓക്സിമീറ്ററിലാണ് നമ്മൾ ഇവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ചെയ്യുക ഇറ്റ്സ് ആക്യുറേറ്റ്. ഹൗ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പൾസ് ഓക്സിമീറ്ററിൻ്റെ ആക്യുറസിനെ അഫക്റ്റ് ചെയ്യുന്നത്? നെയിൽ പോളിഷ്, പുവർ സർക്കുലേഷൻ, കോൾഡ് ഫിംഗേഴ്സ്, പേഷ്യൻറ്റിൻ്റെ മൂവ്മെൻറ്റ്, കൈയൊക്കെ ഇങ്ങനെ വിഗ്രസ് ആയിട്ട് മൂവ് ചെയ്യുക, വിറപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാർക്ക് ഇപ്പം പാർക്കിൻസൺസ് പോലുള്ള അല്ലാതെ തന്നെ ഓൾഡർ ജനറേഷനൊക്കെ. സോ ചില ആൾക്കാർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കുമല്ലോ. സോ അങ്ങനെയുള്ള അപ്പോൾ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പുവർ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആണോ ശ്രദ്ധിക്കുക. സോ നമ്മൾ ഹൈപ്പോക്സിയ കാണുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞായിട്ട് കാണുമ്പോൾ മേക്ക് ഷുവർ ചെയ്യുക നമ്മുടെ പൾസ് ഓക്സിമീറ്ററിൻ്റെ റീഡിങ് കറക്റ്റ് ആണ്, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി ഹൈപ്പോക്സിയ ലേറ്റ് സൈൻ, അതായത് വേഴ്സ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ബ്രാഡിക്കാർഡിയ, അതായത് നമ്മുടെ ടാക്കിക്കാർഡിയൻ്റെ ഏർലി സ്റ്റേജസിലാണ് നമ്മുടെ ഹാർട്ട് വാസ് ട്രൈയിങ് ടു കോമ്പൻസേറ്റ്. പക്ഷെ കുറേ കോമ്പൻസേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു കുറേ നാൾ ലാസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് എ ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്. സോ ഇതിൻ്റെ കോസ് കണ്ടുപിടിച്ച് എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി ഈ കോമ്പൻസേറ്ററി മെക്കാനിസം ഫെയിൽ ആവാൻ തുടങ്ങും.
സോ അത് ഫെയിലായി കഴിയുമ്പോൾ അത് ഹാർട്ടൊക്കെ ബീറ്റ് ചെയ്ത് അത് ഫെയിലാകാൻ തുടങ്ങുമ്പോൾ ബ്രാഡിക്കടിയിലേക്ക് പോകും. എക്സ്ട്രീം റെസ്റ്റ്ലെസ്നെസ് വരും, ഡിസ്നിയ, ശ്വാസമുട്ടൽ കാര്യങ്ങൾ വരും, ഹൈപ്പർ ടെൻഷൻ വരും. ബിക്കോസ് പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടുന്നില്ല, സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നില്ല. സോ ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു. സൈനോസിസ് ഉണ്ടാവും. സൈനോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് ആയിട്ടുള്ള നമ്മുടെ ഡിസ്കളറേഷൻ ഒക്കെ വന്ന് നമ്മുടെ പെർഫ്യൂഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിലും കാര്യങ്ങളുടെ എക്സ്ട്രീമിറ്റീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൈനോസിസ്, അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ലേറ്റ് സയൻസ് വന്നു കഴിഞ്ഞാലോ നമ്മൾ എമർജൻസിയാണ്. നോട്ടിഫൈ MD ഇമ്മീഡിയറ്റ്ലി. കംപ്ലീറ്റ് ഇൻ്റർവെൻഷൻസ് എബവ് നമ്മൾ മുകളിൽ പറഞ്ഞ ഇൻ്റർവെൻഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിളിക്കുക, പേഷ്യൻറ്റിനെ ലീവ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നേഴ്സിംഗ് ഇൻ്റർവെൻഷൻസ്. ഇപ്പോൾ ഇവന് എമർജൻസി വന്നു, ലേറ്റ് സയൻസിൽ വന്നു, എക്സ്ട്രീം ഡിസ്ട്രസ്സിലേക്ക് പോയെങ്കിൽ ഇതൊക്കെയാണ് നേഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് വരിക. ഇനി അബ്നോർമൽ ആയിട്ടുള്ള ലങ് സൗണ്ട്സ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലങ് സൗണ്ട്സ് ആണ്. അപ്പോൾ ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വീസിങ്. അപ്പോൾ വീസിങ്ങിൽ നമുക്ക് ഹൈ പിച്ച്ഡ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ ഫ്യൂട്ട് ആയിരിക്കും, അതായത് നല്ലതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ഹൈ പിച്ച്ഡ് ആയിട്ടായിരിക്കും വരിക. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീസിങ്ങിൽ നമ്മുടെ എയർവേ നാരോ ആയി ചെറുതായി പോയിരിക്കുക. സോ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടന്നേക്കുക, അതായത് നമ്മുടെ എയർവേ ചെറുതായിപ്പോയി. അപ്പോൾ ചെറിയതായിട്ടുള്ള ഒരു കുഞ്ഞു ട്യൂബിൽ കൂടെ എയർ നമ്മൾ വലിച്ച് കയറ്റുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊരു ഹൈ പിച്ച്ഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ആയിരിക്കും. അപ്പോൾ ആസ്മ, COPD ഈ കണ്ടീഷനുകളിലൊക്കെ ഈ എയർവേ നാരോ ആയി പോവാണ്. ഒരു ഒബ്സ്ട്രക്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും മ്യൂക്കസ് അടിഞ്ഞിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ എയർവേ നാരോ ആയി പോയി കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനൊക്കെ കാരണം ഈ ഒരു വീസിങ് ഉണ്ടാകും. ഇനി ഫൈൻ ക്രാക്കിൾസ്, ഹൈ പിച്ച്ഡ് ക്രാക്ലിംഗ്. അപ്പോൾ ഇതും ഫൈൻ ക്രാക്കിൾസിൽ നല്ല ഹൈ പിച്ച്ഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിലും കേൾക്കുക. റബ്ബിങ് ഹെയർ ബിറ്റ്വീൻ ഫിംഗേഴ്സ്, നല്ലതായിട്ട് ഹെയർ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ റബ്ബ് ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഫൈൻ ക്രാക്കിൾസിൽ. അപ്പോൾ അതും ഇൻഫ്ലമേഷൻ ഓഫ് ലങ്സ് കാരണമാണ്. അപ്പോൾ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, ആസ്മ, എംഫൈസീമ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനാണ് ഈ കണ്ടീഷനുകളെല്ലാം നടക്കുന്നത്. സോ ലങ്സിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്നതാണ്. കോഴ്സ് ക്രാക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ലോ പിച്ച്ഡ് ആയിട്ടുള്ള ക്രാക്ലിംഗ് ആണ്. പുള്ളിങ് എപ്പാർട്ട് വെൽക്രോ, അപ്പോൾ വെൽക്രോ ഇങ്ങനെ പുള്ളിങ് എപ്പാർട്ട്, നമ്മുടെ വെൽക്രോ ഇങ്ങനെ നമ്മൾ പുള്ളി ചെയ്യുന്ന എപ്പാർട്ട് ചെയ്യുന്ന പോലത്തെ സൗണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇൻഫ്ലമേഷൻ ഓഫ് ലങ്സ് ആ കണ്ടീഷൻ കാരണമാണ് സംഭവിക്കുന്നത്. റൊങ്കായ് എന്ന് പറയുമ്പോൾ ലോ റാറ്റ്ലിംഗ് റംബ്ലിംഗ്, ഒരു സ്നോറിങ് പോലത്തെ ഒരു സൗണ്ടാണ് ലോ. അപ്പോൾ അത് ഫ്ലൂയിഡ് ആൻഡ് സെക്രീഷൻസ് ഇൻ ദ എയർവേ. അപ്പോൾ അതും ന്യൂമോണിയയിൽ നമുക്ക് കാണാം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ കാണാം. അപ്പർ റെസ്പിറേറ്ററിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഫ്ലൂയിഡ് ആൻഡ് സെക്രീഷൻസ് ഇൻ ദ എയർവേ കാണാം. സ്ട്രൈഡർ നോക്കിക്കഴിഞ്ഞാൽ ഹൈ പിച്ച്ഡ് ഇൻസ്പിറേറ്ററി വിസിൽ. ഈ സ്ട്രൈഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഹൈ പിച്ച്ഡ് ഇൻസ്പിറേറ്ററി വിസിൽ, സീൽ ബാർക്കിംഗ്. അപ്പോൾ അപ്പർ എയർവേ നാരോയിങ് ഓർ ഒബ്സ്ട്രക്ഷൻ, അപ്പർ എയർവേയിൽ വരുന്നതാണ് സ്ട്രൈഡർ കേൾക്കുന്നത്. സോ ഇത് ചിലപ്പോൾ എപ്പിഗ്ലോട്ടൈറ്റിസ് ചോദിക്കാം, ചിലപ്പം ഗ്രൂപ്പ് ചോദിക്കാം, ചിലപ്പം ഫോറിൻ ബോഡി ചോദിക്കാം. അപ്പം ഇതെന്തെങ്കിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്ട്രൈഡർ എന്നുള്ളതാണ്. ഒന്നുകിൽ ചിലപ്പോൾ സ്ട്രൈഡർ വെച്ചിട്ടായിരിക്കും, എപ്പിഗ്ലോട്ടൈറ്റിസ് ആയിരിക്കും ചിലപ്പോൾ ആൻസർ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചു മറിച്ചും ചോദിക്കാം. സ്ട്രൈഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫോറിൻ ബോഡി, ഗ്രൂപ്പ്, എപ്പിഗ്ലോട്ടൈറ്റിസ്. നമ്മുടെ അപ്പർ എയർവേ ബ്ലോക്കായി, സോ നമുക്ക് ശ്വാസം എടുക്കുന്നില്ല, ശ്വാസം എടുക്കുമ്പോൾ നല്ല നമ്മൾ വലിച്ചെടുക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ടാണ് ഹൈ പിച്ച്ഡ് ഇൻസ്പിറേറ്ററി വിസിൽ. പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് എന്ന് പറയുമ്പോൾ ലോ പിച്ച്ഡ് ഡ്രൈ റബ്ബിങ്, വാക്കിംഗ് ഓൺ ക്രീക്കിംഗ് ഫ്ലോർ. അപ്പോൾ ശരിക്കും പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് നമ്മുടെ ലങ്സിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, വിസറൽ പ്ലൂറ, പരൈറ്റൽ പ്ലൂറ. അപ്പം നമ്മുടെ ലങ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഈ രണ്ട് ലെയറാണ്. ശരിക്കും ബേസിക്കലി ഇത് ഒരു ലെയർ ഇതാണ്, രണ്ട് ലെയർ ഇങ്ങനെ, ഒരെണ്ണം നമ്മുടെ ലങ്ങിനെ ടച്ച് ചെയ്തും മറ്റേത് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ടച്ച് ചെയ്തും, രണ്ടും ശരിക്കും ചെസ്റ്റിൻ്റെ പുറത്തുകൂടെ പോകുന്ന ലെയറാണ് രണ്ട് ലെയർ. ഇതിനിടയ്ക്കൂടെ ഒരു ചെറിയൊരു കുഞ്ഞ് സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്പേസ്. ആ ചെറിയൊരു സ്പേസ് ആണ് പ്ലൂറൽ ക്യാവിറ്റി അല്ലെങ്കിൽ പ്ലൂറൽ സ്പേസ് എന്ന് പറയും. ഈ പ്ലൂറൽ സ്പേസിനകത്ത് വളരെ കുറച്ച് എമൗണ്ടിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്, കുറച്ച്, അതായത് ഒരു മോയ്സ്ചർ ഐസർ പോലെ, ഒരു ലൂബ്രിക്കൻ്റ് പോലെ. അപ്പോൾ ഈ ഒരു ലങ്ങിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ. ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പം ഈ പ്ലൂറൽ സ്പേസിനകത്തും ഈ പ്ലൂറൽ ക്യാവിറ്റിയിൽ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്. ആ കുഞ്ഞ് സ്പേസിനകത്തുള്ള കുറച്ചൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ഇവിടുത്തെ ഫുഡിന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ് ഈ എംഫൈസീമ, ന്യൂമോണിയ ഒക്കെ നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, കറക്റ്റായിട്ട് നമ്മുടെ എക്സ്പാൻഷൻ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒരേല് പോലെ ഫ്രിക്ഷൻ പോലെ വരും.
അതാണ് ഈ പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബിൽ സംഭവിക്കുന്നത്. പ്ലൂറൽ ലെയേഴ്സ് റബ്ബിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഫ്രം ഇൻഫ്ലമേഷൻ. ഓക്കെ, ലങ്ങിന് ചുറ്റും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് വിസ്റൽ പ്ലൂറ, പാരിയറ്റൽ പ്ലൂറ. രണ്ട് ലെയർ, കുഞ്ഞു ലൈനിങ് ആണ്. ലൈനിങ് എന്ന് ഓർത്തോ, 2 ലൈനിങ്. ഇപ്പം 2 ലൈനിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഒരെണ്ണം നമ്മുടെ ലങ്ങിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു, ഒരെണ്ണം നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റീനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു. ബേസിക്കലി ലങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഒരു കുഷ്യൻ പോലെ വർക്ക് ചെയ്യണം ഇത്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ ചെറിയ സ്പേസിനകത്ത് ശരിക്കും സാധാരണ ഒരു ഇച്ചിരി കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഫംഗ്ഷൻ ശരിക്കും മോയ്സ്ചറൈസർ, ലൂബ്രിക്കൻ്റ് ആയിട്ട് ശരിക്കും നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സ്പേസിന് ഇടയ്ക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം ആ ഫ്ലൂയിഡിന് എന്തെങ്കിലും പറ്റുമോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫ്രിക്ഷൻ വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഇത് പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് സംഭവിക്കുന്നത്. മനസ്സിലായത്? മനസ്സിലായി. സംശയമൊന്നുമില്ല? ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ആർക്കും സംശയമില്ല? എന്തെങ്കിലും സംശയമുണ്ടോ? അർച്ചന, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ സൗണ്ടുകൾ ഒന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുക. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് മനസ്സിലാക്കാൻ. വീട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ട് സ്റ്റെതസ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കുക. വീട്ടിലുള്ള ആൾക്കാരുടെ നോർമൽ ബ്രെഡ് സൗണ്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആണെങ്കിലും നോർമൽ ബ്രെഡ് സൗണ്ട്സ് എങ്ങനെയാണ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെതസ്കോപ്പിന്റെ ഡയഫ്രം എന്ന് പറയുന്നത് ഈ വലിയൊരു പാർട്ടാണ് ഡയഫ്രം. ഇതാണ് നമ്മൾ കേൾക്കുന്ന സ്ഥലം കേട്ടോ, ഇത് ബെല്ല്. അപ്പം ഈ ഡയഫ്രം വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആണെങ്കിലും ഒക്കെ നോർമൽ ബ്രെത്ത് സൗണ്ട്സ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കേൾക്കുന്നത് എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓൾറെഡി ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ന്യൂമോണിയ ഉള്ളവരോ എംഫൈസീമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷനുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ബ്രെത്ത് സൗണ്ട്സ് എങ്ങനെയാണ്, എവിടെയാണ് കേൾക്കുന്നത് എന്നൊന്നും നിങ്ങൾ കേട്ടൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ, പറ്റുമെങ്കിൽ. ഇല്ല ഇതിപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, യൂട്യൂബിലൊക്കെ ഒന്ന് ശ്രമിക്കുക, ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം ലങ്സ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് 2 ടോപ്പിക് ഓവർവ്യൂവും അസസ്മെൻറ്റും നമ്മൾ നോക്കി. ഇത് നിങ്ങൾക്ക് നന്നായിട്ടൊന്നും മനസ്സിലായിരുന്നാലേ കണ്ടീഷനുകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബേസാണ് നമ്മുടെ ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, ശരി, ഓക്കെ, ബൈ. Okay, thank you. Thank you. Thank you.